പ്രദീപ. നല്ല ആളോടാ പറയുന്നത്. കാട് പിടിച്ചാലും ഒരു കുഞ്ഞു ചെടി പോലും വെട്ടിക്കളയാത്ത മനുഷ്യനാ. അതെ, ഒന്നിനും പൂർണ്ണമായി വെട്ടി നശിപ്പിക്കരുത്. ഇതിവിടെ നിൽക്കണോണ്ട് ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ആ ഇത് വന്നാ ആ നിങ്ങൾ പോയി പോന്നോ? ഇവരെ കൂടി ഇങ്ങ് പോന്നു. പണി കഴിയാറായോ? എവിടെ, ഞങ്ങളും കൂടെ ഉള്ളതുകൊണ്ട് ഇത്രയായി. അതൊക്കെ കൊടുക്കും. ഇതൊക്കെ മോൾക്കായിട്ട് വാങ്ങിച്ചതാ. അല്ലേ പഴംപൊരി ഉണ്ട്, അത് അവർക്ക് ചായക്ക് കൊടുത്തേക്ക്. അല്ല പ്രദീപ, എന്തേ മോൾക്ക് എന്താ ഇവിടെ പണി? അതൊക്കെ ഒരു ചെയ്തോളൂ. ഈ അകത്തേക്ക് പോകാൻ നോക്കിയേ. പോയിക്കോളാവേ. പൊക്കോ. നല്ല കാലത്ത് പെണ്ണ് കെട്ടിയിരുന്നെങ്കിൽ ഇതേപോലത്തെ ഒരു മോളുണ്ടാവില്ലായിരുന്നോ? എന്തോ? അതെ, പെണ്ണ് കിട്ടിയിട്ട് അതിനെങ്ങനെ തൊഴിലുറപ്പിനും വിട്ടിട്ട് അതിന്റെ കാശ് കൊണ്ട് ജീവിക്കാൻ വാസുട്ടിന് കിട്ടൂല. അതുകൊണ്ട് ഞാൻ കിട്ടിയില്ല. അതുകൊണ്ട് ഏതോ ഒരു പെണ്ണ് രക്ഷപ്പെട്ട്. മേലൊക്കെ വേന, ഭയങ്കര ക്ഷീണം. ടൗണിൽ പോയി വന്നപ്പോഴേ നിനക്ക് കാടൊക്കെ വെട്ടി തെളിച്ചിട്ട് ക്ഷീണം തോന്നുന്നില്ല? തോന്നുന്നുണ്ട്. ഭയങ്കര ക്ഷീണം വാസുട്ടിയേട്ടാ. ആ, ഒന്ന് വൈദ്യരെ കണ്ടാലോ? അല്ല ഞാൻ വരണം. വൈദ്യരെ കാണുമ്പോഴേക്കും പിന്നെ ഞങ്ങളെ കൊണ്ട് പറ്റണവരൊക്കെ ശരിയായിക്കണം. ഞങ്ങൾക്ക് കുടുംബമൊക്കെ ഉണ്ട് മോനെ. ഇതാ മാറിക്ക്, ഞാനാ ഫസ്റ്റ്.